ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിലെ അവിശ്വസനീയത ഇപ്പോഴും തുടരുകയാണ്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവന്നെങ്കിലും വൻ ദുരൂഹതയാണ് നീങ്ങാതെ നിൽക്കുന്നത്. ഒരു കൈ മാത്രം ഉപയോഗിച്ച് ഗോവിന്ദച്ചാമി നടത്തിയത് അമാനുഷിക ജയിൽ ചാട്ടമാണ്. ജയിൽ ചാടിയ ശേഷം മാത്രം പുറത്തെറിഞ്ഞ 10 മാസത്തെ തയ്യാറെടുപ്പുള്ള പദ്ധതി. ഒരു കൈക്ക് മാത്രം സ്വാധീനമുള്ള ഒരാൾ നടത്തിയ അസാധാരണമായ ജയിൽ ചാട്ടം. സെല്ലിൽ നിന്നും കമ്പി മുറിച്ച് പുറത്തു കടക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നെങ്കിലും സംശയങ്ങൾക്ക് വിരാമമാകുന്നില്ല. മാസങ്ങളെടുത്ത് മുറിച്ചെടുത്ത സെല്ലിലെ കമ്പികൾ ജയിലിനകത്തെ ജയിലർമാർ ആരും അറിഞ്ഞില്ല എന്നത് ഒന്നാമത്തെ സംശയം. ജയിൽ ചാടും മുമ്പ് വേണ്ട ആയുധങ്ങൾ സംഘടിപ്പിച്ചതും ഒരുക്കിയതും ആരുടെയും കണ്ണിൽപ്പെട്ടില്ല എന്ന ദുരൂഹത ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു. സെല്ലിൽ നിന്ന് പുറത്തു കടക്കുന്നത് 3 മിനിറ്റോളം CCTVയിൽ വ്യക്തമായി പതിഞ്ഞിട്ടും CCTV മോണിറ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ അറിഞ്ഞതേയില്ല. പുറത്തു കടന്ന ഗോവിന്ദച്ചാമി മണിക്കൂറുകൾ ജയിൽ വളപ്പിനകത്ത് തന്നെ ചിലവഴിച്ചിട്ടും ഒരു പൂച്ചക്കുഞ്ഞു പോലും കണ്ടില്ല എന്നത് വിശ്വസിക്കാൻ പാടുപെടണം. ബാരലുകൾ 3 മതിലിനരികിലെത്തിച്ചതും മുകളിൽ കയറി മതിലിൽ തുണി കുടുക്കിയതും കെട്ടുകളുണ്ടാക്കി ചാടാൻ പാകത്തിൽ തയ്യാറാക്കിയതും ഒറ്റക്കൈ ഉപയോഗിച്ച്. അമാനുഷികനാണോ ഈ കൊടും കുറ്റവാളി എന്ന സംശയത്തിന് ബലം നൽകുന്നു. ജയിൽ ചാടിയ വാർത്ത പുറം ലോകമറിഞ്ഞ് കാടടച്ച് തിരച്ചിൽ നടത്തുമ്പോൾ ഗോവിന്ദച്ചാമിയുള്ളത് സെൻട്രൽ ജയിലിന്റെ 500 മീറ്റർ പരിധിയിൽ. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും എല്ലാം തിരഞ്ഞപ്പോഴും എന്തുകൊണ്ട് ജയിലിന്റെ പരിസരത്ത് ആരെയും തിരഞ്ഞില്ല എന്ന ചോദ്യവും ബാക്കിയാണ്. പുറത്തുവന്ന തെളിവുകൾ, മൊഴികൾ, ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ എല്ലാം ചില കാര്യങ്ങളിൽ സംശയങ്ങൾ ഇല്ലാതാക്കുന്നുണ്ട്. അതേസമയം ബാക്കിയാകുന്ന സംശയങ്ങൾ അതിലും ഇരട്ടി. പൊതുജനങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ആഭ്യന്തര വകുപ്പിന് ബാധ്യതയുണ്ട്. റിപ്പോർട്ടർ, കണ്ണൂർ.